Al-Baik ചിക്കൻ്റെ ഒരു എക്സാക്ട് പ്രോ റെസിപ്പിയാണ്. നിങ്ങൾ ഈ പ്രോസസ്സ് ഒന്ന് കറക്റ്റായി കാണണം കേട്ടോ. നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വൻ ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടായ എണ്ണയിലേക്ക് നല്ല ക്രിസ്പി, പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല ജ്യൂസിയും നല്ല ഫ്ലേവർ സോസിൻ്റെ പ്രോ ആണ്. എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ സൗദിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അൽ-ബൈക്ക് ചിക്കൻ്റെ ഒരു എക്സാക്ട് പ്രോ റെസിപ്പിയാണത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചിക്കൻ ബ്രൈൻ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 കപ്പ് വിനേഗറും 1 ടേബിൾ സ്പൂണ് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് 2 മണിക്കൂർ വരെ ചിക്കൻ കുതിർത്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിക്കൻ ബ്രൈൻ ചെയ്ത് വെച്ചാൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടും, നന്നായി മസാല ഹോൾഡ് ചെയ്യും. അപ്പോൾ അതിന് ഫസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂണ് ഓലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലെമണിൻ്റെ കുരു കളഞ്ഞ് വേണം നമ്മൾ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുള്ളത് 1 ടേബിൾ സ്പൂണ് സിനമൺ പൗഡർ, അതായത് നമ്മുടെ കറുവപ്പട്ട പൊടിച്ച ഇതിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂണ് പെപ്രിക്ക പൗഡർ, പിന്നെ 1/2 ടീസ്പൂണ് റെഡ് ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂണ് നമ്മുടെ സാധാരണ വിനേഗറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ചിക്കനിലോട്ടേക്കുള്ള ഫസ്റ്റ് മാരിനേഷന്. അപ്പോൾ നിങ്ങൾ ഈ പ്രോസസ്സ് ഒന്ന് കറക്റ്റായി കാണണം കേട്ടോ. ഇത് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, എന്നാലും ഇത് നിങ്ങൾ കറക്റ്റായി ഫോളോ ചെയ്യാൻ നോക്കണേ. എന്നാൽ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ടുള്ള എന്താ പറയുക നമ്മളെ റെസിപ്പി കിട്ടും. അപ്പം ഇതെന്ന് വെച്ചാൽ ഇത് സാധാരണ 10 cc സിറിഞ്ചാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് സിറിഞ്ച് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം. ഇതിപ്പോൾ ഞാൻ സാധാരണ നമ്മൾക്ക് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സിറിഞ്ചാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് ചിക്കനിലോട്ടേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മാരിനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ സിറിഞ്ച് ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ ചെറിയ നോസിൽസ് വെച്ചിട്ട് ചെയ്യാം. ഇതുപോലെയാണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിലോട്ടേക്ക് നമ്മുടെ എന്താ പറയുക ഓരോ ചിക്കൻ്റെ ഭാഗത്തോട്ടൊക്കെ ആക്കിയിട്ട് നമ്മുടെ ഈ മാരിനേഷന് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ല, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചിക്കനിലോട്ടേക്ക് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സെക്കൻഡ് മാരിനേഷൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് റഫ്ലി ആയിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. ഈ മുട്ടനെ നന്നായി കുറച്ചൊന്ന് ഉടച്ചെടുത്ത ഈ മുട്ടയിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂണ് ഗാർലിക് പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും പിന്നെ 2 ടേബിൾ സ്പൂണ് സോയാ സോസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളത് 2 ടേബിൾ സ്പൂണ് വിനീഗറാണ്, 1/2 ടീസ്പൂണ് സിനമൺ പൗഡറും, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ പെപ്രിക്ക പൗഡറും, 1/2 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി പൗഡറും, 1/2 ടേബിൾ സ്പൂണ് ബ്ലാക്ക് പെപ്പർ പൗഡറും ആഡ് ചെയ്ത് പിന്നെ നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിതിലേക്ക് സിറാച്ച സോസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്താണ് സിറാച്ച സോസ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ചുവന്ന മുളകില്ലേ, ഉണക്കമുളകില്ലേ, അതെടുത്തിട്ട് നിങ്ങൾ വിനീഗറിൽ ഒരു 10 മിനിറ്റ് വരെ കുതിർത്ത് വെക്കുക. എന്നിട്ട് അതൊന്ന് ചട്നി ഗ്രൈൻഡറിൽ അടിച്ചെടുത്ത സോസിനെയാണ് സിറാച്ച സോസ് എന്ന് പറയുന്നുള്ളത്. അപ്പോൾ അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അത് മാർക്കറ്റിൽ പക്ഷേ റെഡിമെയ്ഡ് കിട്ടുന്നുണ്ട്. അതില്ലാത്ത ആൾക്കാർ അതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ അതുകൂടാണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് മൈദയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇടുന്ന കാണുമ്പോൾ ഭയങ്കര ടഫാന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഒന്നുമില്ല, സെയിം സാധനങ്ങൾ തന്നെ റിപ്പീറ്റാണ് കൂടുതലുള്ളത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വൻ ടേസ്റ്റാണ് കേട്ടോ. ഈ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷെ അത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. നന്നായി ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് നമ്മൾക്ക് ഓരോ ചിക്കൻ പീസസായി നന്നായി കോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി കോട്ട് ചെയ്ത് നമ്മൾ 1 മണിക്കൂർ വരെ ഇത് മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ആ അൽ-ബൈക്ക് ചിക്കൻ്റെ ആ ഒരു നല്ലൊരു വേറൊരു ഫ്ലേവറില്ല അൽ-ബൈക്ക് ചിക്കന്, ആ സെയിം ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ കോട്ടിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ മൈദ, അതായത് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്.
പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നുള്ളത് 1 കപ്പ് ഓട്സ് ആണ്. ഇത് റോൾഡ് നല്ല പൊടിഞ്ഞിട്ടുള്ള ഓട്സ് ആണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറാണ്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഓട്സ് ചട്നി ഗ്രൈൻഡറിലിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ 1 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായ ചിക്കൻ എടുത്തിട്ട് ഒന്ന് നന്നായി കോട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല പ്രസ്സാക്കി കൊടുത്തിട്ട് തന്നെ കോട്ട് ചെയ്യണം കേട്ടോ. ഓരോ ചിക്കനിലും ഒരു ഏകദേശം 2 മിനിറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കോട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളൊരു വലിയൊരു സിപ്പ് ലോക്ക് ബാഗിൽ ഈ ബ്രെഡിൻ്റെ പൗഡർ എടുത്ത് അതിലേക്ക് ചിക്കൻ ഇട്ട് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഫില്ലിങ് പിടിപ്പിക്കണം. ഇനി സെക്കൻഡ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതേ ചിക്കൻ എടുത്ത് ഒന്ന് വെള്ളത്തിൽ മുക്കി വീണ്ടും സെക്കൻഡ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതേ സമയത്ത് തന്നെ നമ്മൾ എണ്ണ ചൂടാൻ വെക്കണം. നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എണ്ണയുടെ അടുത്തു നിന്നാണ് കേട്ടോ ഇത് ചെയ്യുന്നുള്ളത്. നമ്മൾ ലാസ്റ്റ് പൊരിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ സെക്കൻഡ് കോട്ടിങ് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. നല്ല ക്രിസ്പി, പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല ജ്യൂസിയും നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള അൽബൈക്ക് പ്രോ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു സ്പെഷ്യൽ സോസ് കിട്ടാറില്ലേ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂണ് മയോവും 1 ടീസ്പൂണ് സിറാച്ച സോസും എടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇതും ഒരു അൽബൈക്ക് സോസിൻ്റെ പ്രോ ആണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ്റെ കൂടെ. ഈ സോസ് നല്ലൊരു കോംബോ ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഈ റെസിപ്പി ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നശ്വാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.